അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്കൊക്കെയും ജീവിതത്തിൽ ധാരാളം ആളുകൾക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആവലാതിയും വേവലാതിയുമാണ്, ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നേരിടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ നിസ്കാരം എന്ന അമലിലേക്ക് തിരിയുമ്പോൾ അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ. നാമൊക്കെയും നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മാത്രമാകണം ശ്രദ്ധ, നിസ്കാരത്തിൽ മാത്രമാകണം ശ്രദ്ധ എന്ന് കരുതിയിട്ടായിരിക്കും നിസ്കരിക്കുന്നത്. എന്നാലും ധാരാളം ആളുകൾക്കും എത്ര റകഅത്ത് നിസ്കരിച്ചു എന്ന് പോലും അവർക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതായത് ചില ആളുകൾക്കൊക്കെ അവർക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് ഓർമ്മ കിട്ടൽ നിസ്കാരത്തിൻ്റെ സമയത്തായിരിക്കും. ചില ആളുകളൊക്കെയും നിസ്കരിക്കുന്ന സമയത്തായിരിക്കും ആ ദിവസം അവർ എന്താണ് അന്ന് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നതും. അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും, അവരുടെ കച്ചവട സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും, ആരൊക്കെ പണം തരാനുണ്ട്, ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട്, അങ്ങനെ തുടങ്ങിയ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും ചിന്ത നിസ്കരിക്കുന്ന സമയത്തായിരിക്കും അവരിൽ ഉണ്ടാകുക. പ്രായമായ ആളുകളോടൊക്കെ ഞാൻ അത് മറന്നുപോയി, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ തമാശയിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ നീ 2 റകഅത്ത് നിസ്കരിച്ച് നോക്ക്, എന്നാൽ നിനക്ക് ഓർമ്മ വരും എന്ന്. അപ്പോൾ ധാരാളം ആളുകളും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തത്. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെ എന്നോട് പറയുന്ന കാര്യമാണ്, ഉസ്താദേ, എനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. എത്ര തന്നെ ഞാൻ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും കാട് കയറിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല മഹ്ശറയിൽ 2 വിഭാഗം ആളുകളായി നീക്കപ്പെടും. അതിൽ ഒരു വിഭാഗം ആളുകൾ ഇഹലോകത്തും പരലോകത്തും മരണസമയത്തും വിജയിക്കുന്ന ആളുകൾ. അതായത് ഈ വിഭാഗം ആളുകൾ ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും, അവർക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ ജീവിതത്തിൽ ധാരാളം നിസ്കരിച്ചവരായിരിക്കും. അവർ എന്നാൽ ദുനിയാവിലും വിജയിക്കാത്തവരായിരിക്കും, ഖബറിലും വിജയിക്കാത്തവരായിരിക്കും, അവർ ആഖിറത്തിലും പരാജയപ്പെട്ടവരായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ധാരാളം നിസ്കരിച്ചിട്ടും അതിനൊരു കൂലി പോലും കിട്ടാതെ നമുക്ക് വലിയ പരാജയം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്നത്, അത് ഒരു വലിയ നഷ്ടമാണ്. നമുക്കുണ്ടാകുന്ന വലിയ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, കബൂലാകണമെങ്കിൽ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത. നിസ്കാരത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാതെ നമ്മുടെ ചിന്ത കാട് കയറി മറ്റെവിടേക്കെങ്കിലും പോയാൽ നമ്മുടെ നിസ്കാരം ഒരിക്കലും അത് കബൂലാകൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിലൂടെ വിജയിക്കുന്നത് അവൻ നിസ്കാരം തുടങ്ങി തക്ബീർ കെട്ടി സലാം വീട്ടുന്നത് വരെ അല്ലാഹുവിൽ മാത്രം ചിന്ത ഉണ്ടാകുന്നവരാണ് നിസ്കാരത്തിൽ വിജയിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ, നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ അല്ലാഹുവിൽ മാത്രമായിട്ട്, നിസ്കാരത്തിൽ മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ ആകാൻ വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ ഒരുപാട് സാധുക്കളായ ആളുകൾ വലിയ സൂഫിവര്യനായ വലിയ ജ്ഞാനിയായ അബൂ യാക്കൂബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. ഇറാഖിലെ ഒരുപാട് സാധുക്കളായ ആളുകൾ എന്താണ് ചോദിക്കുന്നത്? അബൂ യാക്കൂബ് തങ്ങളെ, ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഞങ്ങൾക്ക് അല്ലാഹുവിൽ ഓർമ്മ കിട്ടുന്നുള്ളൂ, പിന്നീട് ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല.
ഞങ്ങളുടെ ചിന്ത മറ്റു പല കാര്യങ്ങളിലേക്കും പോവുകയാണ്. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതെ ചൊല്ലുന്നത് പോലും റകാത്ത് പോലും ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു യന്ത്രം പോലെ നിസ്കാരം അങ്ങനെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ, അള്ളാഹുവിൽ ശ്രദ്ധ കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ എന്ന് ഈ സാധുക്കളായ മനുഷ്യർ ചോദിച്ചു. ആ സമയത്ത് മഹാനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു കൊടുത്തു, അതിനൊക്കെയും പരിഹാര മാർഗമുണ്ട്. അതൊരു നിസ്സാര കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ 2 സൂറത്തുകൾ നിങ്ങൾ ഓതണം. മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ചെറിയ ദുആയും കൂടി നിങ്ങൾ ചൊല്ലണം. ഈ കാര്യം നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിസ്കാരത്തിൽ തക്ബീർ കെട്ടി സലാം വീട്ടുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിസ്കാരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചിന്തയുണ്ടാകുകയുള്ളൂ. മറ്റു ചിന്തകളിലേക്കും മറ്റു അനാവശ്യ ചിന്തകളിലേക്കും ഒന്നും നിങ്ങളുടെ മനസ്സ് പോകില്ല എന്ന് മഹാനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ആ സാധുക്കളായ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ കാര്യം ചെയ്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്താണ് എന്ന് അറിയണ്ടേ? നിങ്ങൾ ചെയ്യുന്ന വുളൂ നല്ല കാമിലായി നിങ്ങൾ എടുക്കണം. അതായത് വുളൂവിൻ്റെ സുന്നത്തുകളും വുളൂവിൻ്റെ ഫർളുകളും വുളൂവിൻ്റെ ആദാബുകളുമൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ എടുക്കണം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കിട്ടും. അള്ളാഹുവിൽ മാത്രം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടും. മറ്റു ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോകില്ല. ചില ആളുകൾക്കൊക്കെയുള്ളതാണ് വുളൂ എടുക്കുന്ന സമയത്തൊക്കെ വലിയ വസ്വാസ്. അതായത് അവർ കഴുകുന്ന അവയവങ്ങൾ വീണ്ടും വീണ്ടും അവർ കഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വുളൂ എടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങൾ അവർ ഒരുപാട് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതൊക്കെയും അവർക്കത് തെറ്റാണ്, ശരിയല്ല, കഴുകിയത് ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നിയ ഒരു വസ്വാസ് കാരണമായിട്ടാണ് അവർ വീണ്ടും വീണ്ടും കഴുകുന്നതും ചൊല്ലുന്നതുമൊക്കെ. ഇത്തരത്തിൽ വുളൂ എടുക്കുന്ന സമയത്ത് വസ്വാസ് ഉണ്ടാകുന്നതൊക്കെ ഒരു ശൈത്താൻ്റെ ശല്യം കാരണമാണ്. ശൈത്താൻ നമ്മുടെ വുളൂ ബാത്തിലാക്കാൻ ശ്രമിക്കും. കാരണം നമ്മുടെ വുളൂ ബാത്തിലായാൽ നമ്മുടെ നിസ്കാരം ശരിയാകുകയില്ലല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വുളൂയിൽ വസ്വാസുകൾ വരുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ വുളൂ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വലഹാൻ എന്ന ഒരു വിഭാഗം ശൈത്താന്മാർ തന്നെ ഉണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വുളൂ എടുക്കുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ച് വുളൂ നല്ല കാമിലായ രീതിയിൽ വുളൂ എടുക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ധാരാളം സമയവും വുളൂ ഉള്ളവരായിരിക്കാൻ ശ്രമിക്കുക. കാരണം വുളൂ ഉള്ള ആളുകൾക്ക് വുളൂ ഉള്ള സമയത്ത് ഒരു അപകടങ്ങളോ ഒരു പ്രതിസന്ധികളോ മറ്റു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കില്ല. മഹാനായ സയ്യിദിന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല വഴി അറിയിക്കുന്നുണ്ട്. എന്താണ് അത്? മൂസ നബിയെ, നിങ്ങൾക്ക് വുളൂ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുസീബത്തുകൾ പലതും വന്നു ചേരും, ആപത്തുകൾ പലതും വന്നു ചേരും. അങ്ങനെ നിങ്ങൾക്ക് ആപത്തുകളും മുസീബത്തുകളും വുളൂ ഇല്ലാത്ത സമയത്ത് വന്നാൽ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ തന്നെ കുറ്റം പറയണം. കാരണം അതിന് നിങ്ങളാണ് കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ സയ്യിദിന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു വഴി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വുളൂ കൂടുതൽ സമയവും ഉണ്ടായിരിക്കുന്നത് ഒരുപാട് വലിയ ആപത്തിൽ നിന്നൊക്കെയുള്ള വലിയ സംരക്ഷണ കവചമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളൂ എടുത്തതിൻ്റെ ശേഷം നമ്മൾ 2 കൈയും മുകളിലോട്ട് ഉയർത്തി ഒരു ദുആ ചെയ്യാനുണ്ട്. ഈ ദുആ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത ഒരു ദുആയാണ്.
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഈ ദുആ നിങ്ങൾ വുളു എടുത്തതിന് ശേഷം ചൊല്ലി നിങ്ങൾ ആ 2 കൈയും മുഖത്ത് തടവുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കാരത്തിന് മുമ്പായിട്ട് നിങ്ങൾ 2 സൂറത്ത് ഓതണം. അത് ഒന്നാമത്തേത് സൂറത്തുൽ ഫലക്ക്, കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തും 1 പ്രാവശ്യം ഈ 2 സൂറത്തും ഓതുക. അതിൻ്റെ കൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു ചെറിയ ദുആയും കൂടി ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഈ ദുആ 1 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല കാമിലായ രീതിയിൽ നിങ്ങൾ വുളൂ ചെയ്ത് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ 2 സൂറത്തുകളും ഈ ചെറിയ ഒരു ദുആയും നിങ്ങൾ നിസ്കാരത്തിന് മുമ്പായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടാകും. ശൈത്താൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല. അല്ലാഹുവിൽ നിങ്ങൾക്ക് നല്ല ഒരു ചിന്തയുണ്ടാകും നിസ്കരിക്കുന്ന സമയത്ത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ വലിയ ആനന്ദമായിരിക്കും, അവർക്ക് വലിയ കുളിർമയായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. നിസ്കാരം അത്രക്കും വലിയ സന്തോഷമുള്ള കുളിർമയുള്ള ഒരു കാര്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതിന് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത്, അള്ളാഹുവിൽ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത്, ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.